അല്ല ഇവിടെ വരുന്നത്. വളരെ യങ്ങായിട്ടിരിക്കുന്ന കാലം മുതൽ, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലം മുതൽ പിതാവിന്റെ കൂടെ ഞാൻ ഇവിടെ വരുന്ന ഒരാളാണ്. വയസ്സ് 65. അല്ലാതെ പുതിയതായിട്ട് വേഷം കെട്ടി വന്നിട്ട് വരുന്ന അക്കടാകെ ബുക്കടാകെ എന്ന് പറഞ്ഞ ആളൊന്നുമല്ല ഞാൻ. ഇത് ഗുണം അറിയണമെങ്കിൽ നിങ്ങൾ കയറിപ്പോരും. ഇവിടെ വെച്ച് ബോധ്യപ്പെട്ടിട്ട് പോകാം. നല്ലൊരു നാളെയുണ്ടല്ലോ. ഇതിന്റെ അവസരത്തിലാവുമ്പോൾ വാങ്ങുന്നു കൊണ്ടുവന്നു. മുട്ടുപേരുകൊണ്ടിരിക്കാൻ കഴിയുന്നില്ല. അസഖ്യമായ നിങ്ങൾ എന്റെ കൂടെ ഇന്ന് നല്ല തെറാപ്പിസ്റ്റുകളുണ്ട്. ഒഴിച്ചലറിയാവുന്ന, തിരിമറിയാവുന്ന തെറാപ്പിസ്റ്റുകൾ എന്റെ കൂടെയുണ്ട്. അവരെ സേവനം സൗജന്യമായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്താം. ഒരു പൈസ വേണ്ട. ഞാൻ പറയാൻ കാരണം ഒരുപക്ഷെ നിങ്ങൾക്കത് ശരിക്കും ചിന്തിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. സാധാരണക്കാരനെ ചിന്തിക്കാതെ അമ്മയും കിട്ടുകയല്ല. നമുക്ക് വേണ്ടെല്ലാം ലഭിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ്. നമുക്ക് എൺപതോളം മൂലകങ്ങൾ വേണം. ഇപ്പം പൊട്ടാസ്യം, മഗ്നീഷ്യം, കാൽസ്യം, സിങ്ക്, ഫോസ്ഫറസ്, സർവ്വ മണ്ണാങ്കട്ടയും വേണം. എവിടുന്ന് കിട്ടുന്നു? മെഡിക്കൽ ക്യാമ്പിലാണ്. ആണോ? ഭക്ഷണത്തിലൂടെയാണ് കിട്ടുന്നത്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള ആന്റി ഓക്സിജൻ കിട്ടുന്നത് ഭക്ഷണത്തിലൂടെയാണ്. ഫൈറ്റോ കെമിക്കൽസ് ഭക്ഷണത്തിലൂടെയാണ് ലഭിക്കുക. ഫ്ലേവനോയിഡുകൾ, ആൽക്കലോയിഡുകൾ, ഏറ്റവും ജീവകങ്ങൾ, മിനറൽസ്, ഈവൻ ഫൈബർ വരെ കിട്ടുന്നത് ഭക്ഷണത്തിലൂടെയാണ്, മരുന്നിലൂടെയല്ല. ഫൈബർ കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇലക്കറികളും പച്ചക്കറിയും ധാന്യവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കണം. അല്ലെങ്കിൽ ശരിക്കും ഇയാൾ കൂറുകയാണ്. ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുകയില്ല. കൊളസ്ട്രോൾ കുടിച്ച് വേഗം തട്ടിപ്പോവും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ലളിതമായ രൂപത്തിൽ നമ്മൾ രോഗത്തെ മാറ്റാൻ നല്ല ഭക്ഷണം തന്നെ ഫോളോ ചെയ്യണം. അല്ലാതെ ഈ പറയുന്ന പോലെ ചാറ്റ്പൂർ തഞ്ചാവൂർ എന്ന് പറയുന്നതിന്റെ കീഴയിൽ ചെന്ന് ചാടി വീഴുന്നില്ല. എല്ലാ മഹാന്മാരാണ് ഇവിടെ ഉള്ളതല്ല. ഇവിടെ ആരും മോശമല്ല. അവിടെ എത്രയോ പണമാണ് കൊണ്ട് ചെലവഴിക്കുന്നത് നിസാര രോഗങ്ങൾക്ക്. അത് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് പിടികിട്ടുന്നില്ല. നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥാന്തരം എന്താണ്? നിങ്ങൾ ചിന്തിക്കണം. ആക്ടിവിറ്റീസ് യുവർ ബോഡി സെൽഫ് ഹീലിംഗ് മെക്കാനിസം. നമ്മുടെ ശരീരം രോഗത്തെ പ്രതിരോധിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരം അതിനുവേണ്ട കോപ്പുകൾ എത്തിച്ചു കൊടുക്കണ്ടായിരുന്നു. ഇതുപോലെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ പുരട്ടുമ്പോൾ നല്ല രക്തഓട്ടമുണ്ടാവും.